കരിക്കിന്റെ എപ്പിസോഡായ ഉൽക്കയുടെ ചില സീൻസൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുത്തത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലൂടെ ഒരു തേരാപ്പാലം. അപ്പോൾ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ കൊറോണ സമയത്ത് അവിടുത്തെ അന്തരീക്ഷവും അവിടുത്തെ എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് നേരിട്ട് കണ്ട് നോക്കാം. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ മരത്തിൻ്റെ താഴെ നിൽക്കുന്നത്, മരത്തിൻ്റെ താഴെ. ഇവിടെ ഭയങ്കര ആംബിയൻസ് കേട്ടോ. ഇവിടെ ഒറ്റയ്ക്ക് നല്ല മൂഡായിട്ട് വേണേൽ കപ്പിൾസൊക്കെ ആയിട്ട് വന്നിരിക്കുന്നവർക്ക് ഇരിക്കാം. അടിപൊളി സ്ഥലമാണ്. ഇനിയിപ്പോൾ കൊറോണ സീനായതുകൊണ്ട് ഇല്ലായിരുന്നത് അങ്ങോട്ടൊക്കെ നല്ല ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോൾ നല്ലപോലെ പൊളിക്കാൻ പറ്റിയ ഏരിയ, നൈസായിട്ട് പീസായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇല്ല അവിടെ അടച്ചിട്ടേക്കാം നമുക്ക്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അതാ ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് നടക്കാം. ഇവിടെയൊക്കെ നല്ല മീൻ കച്ചവടക്കാരൊക്കെ ഉണ്ടാകുന്ന ഏരിയയാണ് ഇവിടെയൊക്കെ. 1 മാസം കൊണ്ടല്ലേ ഈ ഒരു ആൾക്കാരൊക്കെ. പിന്നെ ചിലപ്പോൾ പഴയതുപോലെ ആകാൻ വേണ്ടി ഇനിയും കുറച്ച് ടൈം എടുക്കും എന്തായാലും. ഇങ്ങനെ ഒരു 1-2 വർഷം എടുക്കുമായിരിക്കും. പോളാ അവിടുത്തെ വെറുതെ അലപ്പോറേതാ. പിന്നെ അത് 1-2 വർഷം ഒന്നും എടുക്കത്തില്ല, സംഭവം പെട്ടെന്ന് തന്നെ ആവുമായിരിക്കും. ഇവിടെയൊക്കെ അതിനൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. മീനൊക്കെ കുറവാണ്. മീനൊക്കെ കുറവൊന്നുമല്ല, നല്ല അടിപൊളി മീൻ പുറത്ത് സെറ്റ് മീൻ. അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുക. ഞാനല്ലേ ഇടക്കേറി കത്തി അടിക്കുന്ന പെടക്കണ മീൻ സെറ്റ് മീൻ. അതിന് പറഞ്ഞു ഇത് പെടക്കണ മീൻ. ഞാൻ ചുമ്മാ തള്ളല്ലേ ഇതാ. എന്തായാലും ഞാൻ വന്നപ്പോ പറഞ്ഞില്ലേ ഇവിടെ തിരക്കൊന്നും ഇല്ലെന്ന്. പക്ഷെ ആ ഒരു പഴയ ഫീലും ഉണ്ട് കേട്ടോ. ഫീൽ കിട്ടുന്നുണ്ട്, ഫീലുണ്ട്. ഫോർട്ട് കൊച്ചിയുടെ ഫീലൊക്കെ ഉണ്ട്. ഫീലൊന്നും എങ്ങും പോയിട്ടില്ല കൈസ്. അതാ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്മെല്ലും ഇവിടുത്തെ ഒരു കാറ്റും ആ ഒരു തണലും അതൊന്നും പോയിട്ടൊന്നും ഇല്ല. ഇല്ല ഞാൻ അത് പോയിട്ടില്ല, അത് സത്യം പറയാം. അത് പോയിട്ടില്ല. പക്ഷെ ഞാൻ ചുമ്മാ കളക്ഷൻ എടുക്കാനുള്ള കാര്യമല്ല പറയുന്നത്. കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ്, കളക്ഷൻസ് ഒന്നും ഇല്ല. പക്ഷെ വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പഴയ ആ ഫീലുണ്ട്. പിന്നെ കുറച്ച് കളക്ഷൻ ഉണ്ടെങ്കിൽ ഹൃദികരെ പോലത്തെ വച്ചാപ്പർക്കൊക്കെ ഇത്തിരി പൊളിയായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് മരങ്ങളാൽ സമൃദ്ധി ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ മൊത്തം നല്ല കുറെ മരങ്ങളുണ്ട്. നല്ല തണുപ്പാണ് ഈ ഏരിയ മൊത്തം. തണുപ്പില്ല, വന്നിട്ട് ഭയങ്കര ചൂടാണ് മൊത്തത്തിൽ വേർത്ത്. ചുമ്മയാണ് കഴിച്ചു. ഇവിടെ മൊത്തം തണുപ്പാണ്. മൊത്തം മരങ്ങളാണ്. നമ്മൾ പറയുമ്പോഴേക്കും ആൾക്കാരെ പറ്റിക്കും. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വന്ന് ഫീൽ ആയാൽ മതി. നല്ല തണുപ്പാണ് ഇവിടെ. ഇങ്ങനെ വെറുതെ ചുമ്മാ വെള്ളത്തിനും പറയാം. ഈ തണൽ കണ്ടിട്ട് മനസ്സിലാവുമല്ലോ. നല്ല ചൂടുണ്ട് കേട്ടല്ലോ. ശരി. ഇവിടെ മൊത്തം തണുപ്പാന്ന്. ഈ ഏരിയ ഒക്കെ മൊത്തം തണുപ്പാണ്. അതാണ് മരങ്ങളുള്ളതുകൊണ്ട് നല്ല തണുപ്പ്. ഇതേ നമ്മുടെ ഋതിക്കിന്റെ തല കാക്ക തൂറിയിട്ട് പോവാണ് കേട്ടോ. പോക്കൊക്കെ വയ്ക്കുക. പളകി കുറെ നേരം കത്തിയടിച്ചോണ്ടിരുന്നേ നാറി പോയാ. അപ്പോൾ ഭയങ്കര പീസാണെന്ന്. ഭയങ്കര പീസ് മൊത്തം പ്രകൃതി രമണീയ ഏരിയയാണ്. ഈ ഏരിയ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കായൽ, ഇപ്പുറത്ത് കര. അടിപൊളി. ഇതേ കാക്ക തല തൂറിയിട്ടേ നൈസായിട്ട് അവിടെ പോയി കഴുകിയിട്ട് നടന്നു വരുവാണ്. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ കത്തി അടിക്കും. ശ്രദ്ധിക്കേ. എന്താണ് ഞാനവിടെ പോയതാ നേരത്തെ. വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടല്ലേ വെള്ളം കുടിക്കാനാ. തന്റെ തല കാക്ക തൊട്ട് താൻ കഴുകാൻ പോയാലും ഞങ്ങൾക്ക് അറിയാം. അത് താൻ കഴുകിയിട്ട് വന്നതല്ലേ. താൻ കഴുകിയിട്ട് വന്നിട്ട് ആളെ പറ്റിക്കണ്ട. ഞങ്ങൾ ഇവിടെ എല്ലാം അറിഞ്ഞു തല കാക്ക പറയുന്നത്. എന്തായാലും അത് പോട്ടെ. നമ്മളിപ്പോ അത് കണ്ണിന്റെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് എന്നെ എന്തെങ്കിലും പറയണ്ടേ. എന്തായാലും നമുക്ക് അവിടുത്തെ കച്ചവടക്കാരുടെ ഒന്ന് ജസ്റ്റ് തിരക്കാം. ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. എന്നാലും നമുക്കൊന്ന് അറിയാം, അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയാണ്. എന്തായാലും വിട്ടേക്കാം. ഇവിടെ എങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോ ഒരു 3-4 ദിവസം ഇവിടെ ഇറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇന്ന് ചുമ്മാ വന്നിങ്ങനെ ഒരു ഇതെടുക്കാന്ന് കരുതി. ഇവിടെ എന്ത് മീനായിട്ടാ? നിങ്ങൾ രാവിലെ നേരെ ബോട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നു പിടിക്കുന്ന വേറെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് മാറ്റി കൊടുക്കും. അങ്ങനത്തെ പരിപാടിയാണല്ലേ.
അപ്പോൾ ചേട്ടാ അതൊക്കെ പറഞ്ഞതിന് എത്ര താങ്ക്സ് ഉണ്ട്. ഓക്കെ ഓക്കെ. കച്ചവടക്കാരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾ കൂടി കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസുകാർ ഫൈൻ അടിച്ച് വിടുവാണ്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ 2 പോലീസ് ഉണ്ടായിരുന്നു, 2 പേരെ പെറ്റി അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ആൾ കൂടാനൊക്കെ ഭയങ്കര പോസ്റ്റാണ്, അതുകൊണ്ട് കച്ചവടമൊക്കെ വളരെ കുറവാണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും അധികം ആൾക്കാരില്ല, കുറച്ച് മീൻ കച്ചവടക്കാരൊക്കെ ഉണ്ട്, കുറച്ച് മീൻ കച്ചവടക്കാരും ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ കച്ചവടമൊക്കെ വളരെ കുറവാണ്. മീനൊന്നും വിറ്റ് പോകുന്നില്ല. നല്ല നല്ല കിടിലം മീനൊക്കെയാണല്ലോ. നല്ല നല്ല കരിമീനൊക്കെ ആഗോലി ഉണ്ടായിരുന്നു. എന്തിന് മറ്റേ നമ്മുടെ ചാളയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കച്ചവടം നടക്കുന്നില്ല, അതാണ് ഒരു പ്രശ്നം. ആള് വരുമ്പോ തന്നെ ഇപ്പൊ റെഡിയാവും, പോലീസൊക്കെ പറഞ്ഞു. അല്ല ഇനിയിപ്പം പതുക്കെ റെഡിയായി വരും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാൻ റെഡിയാവും. അപ്പോൾ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് കരിക്കിൻ്റെ എപ്പിസോഡായ ഉൾക്കയുടെ ചില സീൻസൊക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തത്. ഈ ഒരു സ്പോട്ടായിരുന്നു സംഭവിക്കുന്ന, ഇവിടെ കോലുമിട്ടായും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് എടുത്തത്. പിന്നെ ഇതൊക്കെയായിരുന്നു ആ ഒരു കരിക്കിൻ്റെ ചെറിയ ലൊക്കേഷൻ ഇവിടെയൊക്കെ ഉണ്ട്, ഈ ഒരു ഏരിയ ഒക്കെ തന്നെയാണ്. എന്തായാലും അടിപൊളി എപ്പിസോഡായിരുന്നു, എല്ലാവരും പൊളിയായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം. ഇവിടെ ഫോട്ടോഷൂട്ടിന് നൈസ് പിള്ളേരൊക്കെ വരുന്ന ഏരിയ കേട്ടോ. ഫോട്ടോഷൂട്ടിന് ഇവിടെ തന്നെ കാണാൻ പറ്റും നൈസായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഭയങ്കര പുച്ചടിയായിരുന്നു, ഇപ്പൊ നല്ല തണുപ്പുണ്ടെന്ന്. നല്ല ഭയങ്കര ചൂടാ. ഇവിടെ നല്ല തണുപ്പുണ്ട്, അതാണ് ഞാൻ പറയും. മൊത്തത്തിൽ തണുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് മോനെ നല്ല ആംബിയൻസിനായിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയത്. ഫോട്ടോ എടുക്കാൻ നമ്മുടെ ചെറിയ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി നല്ല കിടിലനായിട്ടുള്ള സ്ഥലമൊക്കെ. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല കിടിലൻ ഫ്രെയിമൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെയൊക്കെ തന്നെ നോക്കിയാൽ കുറേ ടൈമൊക്കെ ഇവിടെ വന്ന് ക്യാമറയായിട്ടൊക്കെ നിൽപ്പുണ്ട്. എടാ ശ്രദ്ധിക്കുക, പൂച്ചക്ക് എന്തെങ്കിലും കൊടുത്തടാ. പൂച്ച പണങ്ങി നിൽക്കുന്നു, അതുപോലെ നിന്നെ നോക്കി പൂച്ച നിൽക്കുന്നു. പൂച്ചയ്ക്ക് ഒരു ഇത്തിരി ചോറ് മേടിച്ചു കൊടുത്താലേ. ചോറ് മേടിച്ചു കൊടുക്കും. ചായ കൂടെ നല്ല ചൂടായിട്ട് രണ്ട് പഴം പരിപാടി നല്ല കിടനായിട്ട് ചൂടാക്കി. പൊളി സാധനം. എന്താ പറയുക, വിഷന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കൊറോണക്ക് മുമ്പും ശേഷമൊക്കെ കച്ചവടം കാര്യങ്ങളൊക്കെ എങ്ങനെ കുറവാണോ? ആ കടയുടെ ടൈമിംഗ് ഒക്കെ എങ്ങനെ? കടയുടെ ടൈമിംഗ് ഒക്കെ എങ്ങനെ? രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ. പിള്ളേർക്ക് ഇങ്ങനെ കടയിലൊക്കെ വരുമോ സാധനം കഴിക്കാനായിട്ടൊക്കെ? ആ കിട്ടനായിട്ട് അടിക്കണം ചായയൊക്കെ. നമ്മളാ ചായ ഇട്ടിട്ടുണ്ട്, കാണിച്ചു. ഇവിടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കാനായിട്ട് അടുത്തെടുക്കും. ചേട്ടാ എന്നാൽ പിന്നെ അടുത്ത വരെ വയ്ക്കണം. അപ്പോൾ ചായയും നല്ല പഴമൊക്കെ അടിപ്പനായിരുന്നു. ഇനി വരുമ്പോൾ ഇതെല്ലാം മാറും. ഈച്ചൊക്കെ തുറക്കും അടുത്ത മാസം, ഈ മാസം ലാസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വരെ വയ്ക്കണം. അപ്പോൾ പോകണ്ടായിരുന്നു. ഓക്കെ. അയ്യോ പൂച്ച മതി. ഫസ്റ്റ് വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ടൈം അഥവാ നമ്മുടെ ഈ കൊറോണ സമയത്ത് ഫോർട്ട് കൊച്ചിയിലെ ഒരു അന്തരീക്ഷം എന്താണ് അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇവിടം വരെ വന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരാം.
നമ്മളിപ്പോൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം ക്ലിയർ ചെയ്യും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും ബൈ. ബൈ.